Let's start, guys. So, good evening once again. ഒന്നുകൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്റ്റലിന്റെ ഒരു സ്കോളർഷിപ്പ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. 8ാം ക്ലാസ്സിൽ ഇരിക്കുന്ന സ്റ്റുഡൻസും അവരുടെ പാരന്റ്സും ആണ് നമ്മുടെ സെഷനിൽ ഉള്ളത്. എല്ലാവർക്കും ക്രിസ്റ്റലിന്റെ ഈ ഒരു NMMS സ്കോളർഷിപ്പ് എന്താണെന്ന് മനസ്സിലാക്കുന്ന പ്രോഗ്രാമിലേക്ക് ഒരു വെൽക്കം ചെയ്യുകയാണ്. എന്നിട്ട് നമുക്ക് സെഷൻ വളരെ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം. പറഞ്ഞതുപോലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു വെക്കൂ, ഇല്ലെങ്കിൽ നമ്മുടെ സെഷൻ അതൊരു ബുദ്ധിമുട്ടാകും. മേക്ക് ഷുവർ ദാറ്റ് നിങ്ങളുടെ മൈക്ക് ഓഫ് ആണെന്ന് ഉറപ്പുവരുത്തൂ. ഇറ്റ്സ് എ റിക്വസ്റ്റ്. വീണ്ടും പലരുടെയും മൈക്ക് ഓൺ ആയി തന്നെ ഇരിക്കുകയാണ്. അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ സന്തോഷമായിരുന്നു. ബാക്കി പാരന്റ്സിനും സ്റ്റുഡൻസിനും ഒരിക്കലും ബുദ്ധിമുട്ട് വരരുത്. നമ്മുടെ സെഷൻ നമുക്ക് സ്മൂത്ത് ആയിട്ട് പോകണം. 70ലേറെ പാർട്ടിസിപ്പൻസ് ഇപ്പോൾ പങ്കെടുത്തിട്ടുണ്ട്. കുറച്ച് ആൾക്കാർക്ക് മഴ ആയതുകൊണ്ട് പങ്കെടുക്കാൻ പറ്റാത്തതായിരിക്കാം എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും പങ്കെടുത്ത സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ സെഷൻ ഇനി നമ്മൾ ലേറ്റ് ആക്കുന്നില്ല. വി ക്യാൻ സ്റ്റാർട്ട്. 7:40 ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ വന്നിരിക്കുന്നത് ക്രിസ്റ്റൽ സംഘടിപ്പിക്കുന്ന NMMS സ്കോളർഷിപ്പിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പൊ നമുക്ക് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാം. അതിന് തൊട്ട് മുന്നേ നിങ്ങൾ എത്തിയിരിക്കുന്ന ഈ ഒരു സ്ഥാപനത്തെ കുറിച്ച് ബ്രീഫ് ആയിട്ടൊന്ന് പറയാം. 2021 ഓഗസ്റ്റ് 15 ഒരു ഇൻഡിപെൻഡൻസ് ഡേയുടെ ഭാഗമായിട്ടാണ് ക്രിസ്റ്റൽ എന്ന് പറയുന്ന നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്തിട്ടുള്ളത് ബൈ എ ഗ്രൂപ്പ് ഓഫ് സിവിൽ സർവീസ് മെന്റേഴ്സ്. സിവിൽ സർവീസിന് പ്രിപ്പറേഷൻ നടത്തുന്ന ടീച്ചിങ് ആൻഡ് ട്രെയിനിങ് കൊടുക്കുന്ന മെന്റേഴ്സ് വഴിയാണ് ക്രിസ്റ്റലിന്റെ ആദ്യത്തെ ഒരു സ്റ്റാർട്ടിങ് വരുന്നത്. നിലവിൽ ക്രിസ്റ്റൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ചില പ്രോഗ്രാംസ് ആൻഡ് ക്ലാസ്സസ് ആണ്. ഒന്ന് UPSC സിവിൽ സർവീസുമായി ബന്ധപ്പെട്ടുള്ള ഫൗണ്ടേഷൻ പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ UGC നെറ്റ് JRF നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. പാരന്റ്സ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി, കുട്ടികൾ മനസ്സിലാക്കണമെന്നില്ല. അതുപോലെ കേരള നമ്മുടെ ടീച്ചിങ് ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ളതാണ് സെറ്റ് എക്സാമിനേഷൻ, അത് നമ്മൾ കൊടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ HSST എന്ന് പറയുന്ന ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർമാരുടെ എക്സാമിനേഷന്റെ ട്രെയിനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. കൂട്ടത്തിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ടുള്ള അതുപോലെ സെൻട്രൽ നമ്മുടെ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറയുന്ന CUT കോച്ചിങ് കൊടുക്കുന്നുണ്ട്. പ്ലസ് NMMS കൂടെ നമ്മൾ നമ്മുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു സെഷനിലാണ് നിങ്ങൾ ഉള്ളത്. Now we can jump into our particular topic. So dear parents and students, ഇന്നത്തെ സെഷനോട് നമ്മൾ മെയിൻലി ഉദ്ദേശിക്കുന്നത് 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുന്നിലുണ്ട്. ഇത് ഒരിക്കലും മിസ്സാക്കരുത് എന്നുള്ളൊരു അവബോധം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ആ ഒരു സ്കോളർഷിപ്പിനെ വിളിക്കുന്ന പേരാണ് NMMS എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക്, അതായത് 2024 ജൂൺ മുതൽ സ്കൂൾ ആരംഭിച്ചല്ലോ. അപ്പൊ 8ാം ക്ലാസ്സിൽ ഇരിക്കുന്ന കുട്ടികൾക്കുള്ളതാണത്. അപ്പൊ കൃത്യമായിട്ട് അത് മനസ്സിലാക്കി വെക്കുക. ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്റ്റീവ് പോയിന്റ് എന്ന് പറയുന്നത് വർഷത്തിൽ 12,000 രൂപ നമുക്ക് ലഭിച്ച് 4 വർഷം കൊണ്ട് 48,000 രൂപ കിട്ടുന്ന ഒന്നാണ്. ദ പോയിന്റ് ഇസ് ദാറ്റ് പാരന്റ്സ് ആകുന്ന നമ്മൾ ഓരോരുത്തരും, സ്റ്റുഡൻസ് ആകുന്ന നമ്മൾ ഓരോരുത്തരും നമ്മുടെ പഠനത്തിന്റെ ഭാഗമായിട്ട് പലപ്പോഴായിട്ട് നമ്മൾ ഫിനാൻഷ്യലായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനൊരു ഫിനാൻഷ്യൽ ക്രൈറ്റീരിയയും പറയുന്നുണ്ട്. ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ എന്താണ് എക്സാമിനേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. പക്ഷേ ഈ സെഷന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമ്മളിത് അറിയാതെ പോയി കഴിഞ്ഞാൽ, ഇതിനു വേണ്ടി കൃത്യമായിട്ട് നമ്മളൊന്ന് പ്രവർത്തിക്കാതിരുന്നു കഴിഞ്ഞാൽ നഷ്ടം നമുക്കാണ്. നമുക്ക് നമ്മുടെ പഠനത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ കുട്ടികളുടെ പഠനത്തിന് വേണ്ടി ഒരു 48,000 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് വെറുതെ പോകുന്ന പോലെ നമ്മുടെ മുമ്പിൽ ഒരു അവസരം ഉണ്ടായിട്ടും ആ അവസരം നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടപ്പെടരുത് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ആദ്യം ഒരു NMMS സ്കോളർഷിപ്പ് വെബിനാർ എന്ന രൂപത്തിലോട്ട് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് NMMS, അതിന്റെ എക്സാം എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം, നിങ്ങൾ എങ്ങനെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം, എന്നാണ് ഇതിന്റെ എക്സാമിനേഷൻ വരിക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ടാക്കി തരികയാണ്. പല സ്കൂളുകളിലും ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് വിവരങ്ങൾ നൽകുന്നുണ്ടാകും. പക്ഷെ അതേ സമയത്ത് പല സ്കൂളിലും ഇത് കൊടുക്കാറുമില്ല. അങ്ങനെ നമുക്ക് എല്ലാ സ്കൂളും കൊടുക്കുന്നുണ്ടെന്നും പറയാൻ പറ്റില്ല, എല്ലാ സ്കൂളും കൊടുക്കുന്നില്ല എന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഒരു എഡ്യൂക്കേഷണൽ കോച്ചിങ് സെന്റർ ആയിട്ടുള്ള ക്രിസ്റ്റൽ ഈ പ്രോഗ്രാമുമായിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ വളരെ കൃത്യതയോടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം എന്ത് ചെയ്യണം, ഈ 48,000 രൂപ സ്കോളർഷിപ്പ് ലഭിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങളൊക്കെ വഴിയെ പറഞ്ഞുതരാം. അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ഈ സെഷന് വളരെ ആക്റ്റീവായിട്ട് പങ്കെടുക്കുക. കൂട്ടത്തില് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മൈക്ക് ഇപ്പോഴും ചില ആൾക്കാരത് അൺമ്യൂട്ട് ആണ് എന്ന് പറഞ്ഞാൽ മൈക്ക് ഓൺ ആണ്. ദയവ് ചെയ്ത് സെഷനിൽ ഇരിക്കുന്ന കുട്ടികളുടെ ശ്രദ്ധയിലോട്ട്, പാരന്റ്സിന്റെ ശ്രദ്ധയിലോട്ട് മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കൂ. ബാക്കിയുള്ളവർക്ക് അത് ഒരിക്കലും ഒരു ഡിസ്റ്റർബൻസ് ആകരുത് എന്നുള്ളത് കൊണ്ടാണ്. സോ ഒന്ന് ശ്രദ്ധിക്കുക. വി ക്യാൻ കണ്ടിന്യൂ അവർ ഡിസ്കഷൻ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത് എന്താണ് NMMS എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. 2008 ആക്ച്വലി NMMS എന്ന് പറയുന്ന ഒരു സ്കോളർഷിപ്പ് സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവരുന്നത്. സെൻട്രൽ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ഇന്ന് നമുക്ക് ഉള്ള ഒരു ബോഡിയാണ്, ഒരു മിനിസ്ട്രിയാണ്, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ളത്. അപ്പൊ വിദ്യാഭ്യാസ മിനിസ്ട്രിയുടെ കീഴിലായിക്കൊണ്ട് കുട്ടികൾക്ക് ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുന്ന
കുട്ടികളെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ഗവൺമെന്റ് കൊടുക്കാൻ വേണ്ടി പോകുന്ന ഒരു സ്കോളർഷിപ്പിന്റെ പേരാണ് NMMS എന്നുള്ളത്. ഇത് നാഷണൽ ആണ്, കേരളത്തിന്റെ അല്ല. നിങ്ങൾ ചിലപ്പം 7ാം ക്ലാസ്സിൽ കുട്ടികൾ USS എന്ന് പറയുന്ന ഒരു എക്സാമിനേഷൻ എഴുതിയവരുണ്ടാകും. അത് കേരള ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒന്നാണ്. പക്ഷെ ഇത് NMMS എന്ന് പറയുന്നത് നാഷണൽ ലെവലിലുള്ള ഒന്നാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കി വെക്കുക. അതുകൊണ്ട് തന്നെ ഈ എക്സാമിനേഷൻ എഴുതുന്ന കുട്ടികൾ കേരളക്കാർ മാത്രമല്ല. അത് കൃത്യൊരു ധാരണ നമുക്ക് വേണം. കേരളത്തിൽ മാത്രം ഞാനൊരു സിമ്പിൾ നമ്പർ പറയുകയാണെങ്കിൽ എല്ലാ പ്രാവശ്യം SSLCയുടെ ഒരു കണക്കെടുത്ത് നോക്കിക്കുക നിങ്ങൾ, ഏകദേശം ഒരു 5 ലക്ഷത്തിന്റെ അടുത്ത ആൾക്കാരെങ്കിലും കുട്ടികളെങ്കിലും SSLC എഴുതുന്നുണ്ടാവും. 2 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ 3ാമത്തെ ഒരു വർഷം നമ്മുടെ പിള്ളേരും കുട്ടികളും SLC എഴുതാൻ വേണ്ടി പോകുന്നവരാ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും ചുരുങ്ങിയത് 1 ലക്ഷത്തോളം വരുന്ന 8ാം ക്ലാസ്സിലെ പിള്ളേർ പഠിക്കത്തില്ലേ? നിങ്ങൾ ആ ഒരു കണക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക കേരളത്തില്. അപ്പൊ ഇന്ത്യയിൽ 10-28 സംസ്ഥാനങ്ങൾ ഉണ്ടെങ്കിൽ എത്ര പേര് എക്സാമിനേഷൻ എഴുതുന്നുണ്ടാവും? അപ്പൊ എക്സാമിനേഷന്റെ വലുപ്പം നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ പ്രിപ്പറേഷന്റെ വലുപ്പത്തെ നമ്മൾ തീരുമാനിക്കാൻ വേണ്ടി. NMMS എന്ന് പറയുന്നത് അത് കേരളത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടി മാത്രം ഉള്ളതല്ല. ഫസ്റ്റ് പോയിന്റ്. നിങ്ങൾ ഓരോ ജില്ലക്കാരായിരിക്കും. മലപ്പുറം ജില്ലക്കാരുണ്ടാവും, കോഴിക്കോട് ഉണ്ടാവും, കണ്ണൂർ ഉണ്ടാവും, കോട്ടയം ഉണ്ടാവും, ആലപ്പുഴ ഉണ്ടാവും, പലരും ഉണ്ടാകും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ലക്ക് വേണ്ടിയുള്ള എക്സാമിനേഷൻ അല്ല, നിങ്ങളുടെ സ്റ്റേറ്റിന് വേണ്ടിയുള്ളതല്ല. ഇറ്റ്സ് എ ഓൾ ഇന്ത്യ എക്സാമിനേഷൻ. അപ്പൊ ഒരു ഓൾ ഇന്ത്യ എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ കോമ്പറ്റീഷൻ ലെവലും വളരെ ഹൈ ആണ്. ഇവിടെ ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്താണ് NMMS എന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഡിയർ പാരന്റ്സ് ആൻഡ് സ്റ്റുഡൻസ്, കൃത്യമായിട്ട് കേൾക്കുക. ഇനി പറയാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ ഓരോന്നും വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതിന്റെ ഭാഗമായിട്ട് 1ാമത്തെ പോയിന്റ് പറഞ്ഞതുപോലെ ഇത് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കുള്ളതാണ്. അപ്പൊ നിങ്ങൾ 8ാം ക്ലാസ്സിലാണോ അല്ലേ എന്നുള്ളത് ഒന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, ഇനി ഇതിന്റെ എക്സാമിനേഷൻ കഴിഞ്ഞ പ്രാവശ്യം നടന്നത്, അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെ NMMS സ്കോളർഷിപ്പിന് വേണ്ടിയുള്ള എക്സാമിനേഷൻ നടന്നത് ഡിസംബറിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് കേരളത്തിലും ഈ ഒരു എക്സാമിനേഷൻ നടക്കാൻ വേണ്ടി പോകുന്നത് 2024 ഡിസംബർ സമയത്താകണം. കഴിഞ്ഞ പ്രാവശ്യം 2023 ഡിസംബറിലാണ് നടന്നിട്ടുള്ളത്. അപ്പൊ 2024 ഡിസംബറിൽ തന്നെ നമുക്ക് ഈ എക്സാമിനേഷൻ ഏകദേശം എക്സ്പെക്ട് ചെയ്യാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ എന്തുണ്ട്? ജൂൺ മന്ത് ഉണ്ട്, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, 6 മാസം നമ്മുടെ മുമ്പിൽ ഫുൾ ഉണ്ട്. അപ്പൊ 6 മാസത്തെ സമയം നമ്മുടെ മുമ്പിലുണ്ട്. എന്തിന്? 48,000 രൂപ നമ്മുടെ മക്കളുടെ എക്സാമിനേഷൻ അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ 4 വർഷത്തെ പഠനത്തിന് വേണ്ടി ഗവൺമെന്റ് തരാൻ വേണ്ടി. അപ്പൊ ഓരോ വർഷം നിങ്ങൾക്ക് 12,000 രൂപ വെച്ചിട്ട് 4 വർഷം കിട്ടുക ചെയ്യുന്നത്. 8ാം ക്ലാസ്സിൽ, 9-ല്, 10-ല്, +1 അങ്ങനെയൊക്കെ ആയിട്ട് കിട്ടുന്നത്. 9, 10, +1, +2 ഈ 4 വർഷമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഈ 4 വർഷത്തേക്ക് നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസ ചെലവ് നമ്മൾ എന്ത് ചെയ്യേണ്ട? ബുദ്ധിമുട്ടേണ്ടതില്ല, ചിന്തിച്ച് വിഷമിക്കേണ്ടതില്ല എന്നത് കൊണ്ടാണ് 2008 അന്ന് MHRD എന്ന് പറയുന്ന മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന മിനിസ്ട്രി ഉണ്ടായിരുന്നത്. അവർ തുടങ്ങി വെച്ചത്. ഇപ്പോ അത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആണ്. അപ്പൊ അവര് നമുക്ക് നൽകാൻ വേണ്ടി പോകുന്നത്. ഇതിൽ പറഞ്ഞതുപോലെ പാവപ്പെട്ട ഫിനാൻഷ്യലി ബാക്ക്വേർഡ് നിൽക്കുന്ന കുട്ടികൾക്ക് ഒരിക്കലും പഠനത്തിന് പണം തടസ്സമാകരുതെന്നുള്ളതുകൊണ്ടാണ്. അതിന് സ്റ്റേറ്റ് ഗവൺമെന്റുകൾ സ്കോളർഷിപ്പ് നൽകുന്നുണ്ട്. സെൻട്രൽ ഗവൺമെന്റ് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതാണ് NMMS എന്ന് പറയുന്നത്. അപ്പൊ അതിൽ പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ എന്ന് പറയുമ്പോൾ ഒരു ക്രൈറ്റീരിയ ഗവൺമെന്റ് വെച്ചിട്ടുണ്ട്. അതായത് വാർഷിക വരുമാനം. ഇത് എല്ലാ പാരന്റ്സിനും അറിയുന്ന ഒരു കണക്കാണ്. വാർഷിക വരുമാനം 3.5 ലക്ഷം രൂപയുടെ താഴെ ഉള്ളവർക്കേ പറ്റുള്ളൂ. അപ്പൊ ഒരു പക്ഷെ നിങ്ങൾ ഗവൺമെന്റ് ടീച്ചർ ആണ് എങ്കിൽ നിങ്ങളുടെ സാലറിയും കാര്യങ്ങളൊക്കെ അക്കൗണ്ടബിൾ ആണ്. അപ്പൊ ഗവൺമെന്റ് ടീച്ചർ ആയിട്ടുള്ള ഒരാൾക്ക് ചിലപ്പം അവരുടെ മക്കൾക്ക് ചിലപ്പോൾ ഇത് പറ്റിക്കോണം ഉണ്ടാവില്ല. പക്ഷെ അതേ സമയത്ത് സാധാരണ ജോലികളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന മന്ത്ലി ഓൺ ആൻ ആവറേജ് നിങ്ങൾ എടുത്ത് നോക്കിക്കുക, ഒരു 30,000 രൂപയൊക്കെ സാലറി ഉള്ള ഒരാളാണെങ്കിൽ ഏകദേശം ഈ റേഞ്ചിലോട്ട് എത്തും. 3,60,000 വരും. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വില്ലേജ് അവിടെയൊക്കെ നിങ്ങൾക്ക് ഇത് പോയി നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പേയ്മെന്റ് അല്ലെങ്കിൽ വാർഷിക വരുമാനം ഐഡന്റിഫൈ വേണ്ടി പറ്റുന്നതാണ്. അപ്പൊ നിങ്ങൾ ആ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ സ്കോളർഷിപ്പ് എഴുതാം. സാധാരണ കേട്ട് പരിചയമുള്ള ഒരു കാര്യം, പല സ്കൂളുകളും ഞാൻ പറഞ്ഞ പോലെ ഇത് നല്ലതുപോലെ ആത്മാർത്ഥപരമായിട്ട് കൊടുക്കുന്നവരുണ്ട്. പക്ഷെ അതേ സമയത്ത് ചില സ്കൂളുകളിൽ ഇത് കൊടുക്കാറില്ല. ചില സ്കൂളിൽ ഇത് കൊടുക്കുമ്പോൾ തന്നെ ചില കുട്ടികളെ ടീച്ചർമാരെ ഐഡന്റിഫൈ ചെയ്തിട്ട് ഇവർ NMMS എഴുതിക്കോട്ടെ എന്ന് പറയും. പക്ഷെ നമ്മളും അതിന് എലിജിബിൾ ആണെന്ന് നമ്മൾ ഓർക്കണം. ഒരു പക്ഷെ നമ്മൾ 7ാം ക്ലാസ്സിൽ അത്ര നല്ല മാർക്ക് ഉണ്ടാവില്ല. 8ാം ക്ലാസ് മുതൽ നല്ലപോലെ പഠിക്കണം എന്ന് വിചാരിച്ച് പല സ്കൂളുകളും നമ്മൾ മാറിയിട്ടുണ്ടാവും, പല സാഹചര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ ടീച്ചർമാർ പറയും NMMS നമ്മുടെ ക്ലാസ്സിൽ 10 പിള്ളേർക്ക് കോച്ചിങ് കൊടുക്കും എന്ന് പറയും. എന്നിട്ട് അവർ കൊടുക്കാൻ ശ്രമിക്കുമായിരിക്കും. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ എലിജിബിൾ ആണോ അല്ലേ എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അതിനൊറ്റ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം.
ഓക്കെ, അപ്പൊ ബേസിക് ആയിട്ട് എനിക്ക് എക്സാമിനേഷനെ കുറിച്ച് പറയാനുള്ളത് 8ാം ക്ലാസ്സിലുള്ള പിള്ളേർക്കാണ് 2008 മുതൽക്ക് ഇത് ഗവൺമെന്റ് കൊടുത്തു വരുന്നുണ്ട്. പിന്നെ പറഞ്ഞതുപോലെ വർഷത്തിൽ 12,000 രൂപ വെച്ചിട്ട് 4 വർഷത്തേക്കാണ് കൊടുക്കുന്നത്. ഈ പ്രാവശ്യത്തെ എക്സാമിനേഷൻ നിങ്ങൾക്ക് ഡിസംബർ ആകുമ്പോഴേക്കും ഏകദേശം എക്സ്പെക്ട് ചെയ്യാം. ഡേറ്റ് ഒഫീഷ്യലി വന്നിട്ടില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, നിങ്ങളുടെ മുമ്പിൽ 6 മാസം സമയമുണ്ട്. 6 മാസം കൊണ്ട് നിങ്ങളൊന്ന് കൃത്യമായിട്ട് പ്രിപ്പറേഷൻ നടത്തുകയാണ് എങ്കിൽ NMMSന്റെ സ്കോളർഷിപ്പിന് അർഹരാകുന്ന ഇന്ത്യയിലെ 1 ലക്ഷം സ്റ്റുഡൻസ്, ഞാൻ പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുക, ഇന്ത്യയിലെ 1 ലക്ഷം സ്റ്റുഡൻസ്, കേരളത്തിലെ 1 ലക്ഷം എന്നല്ല പറഞ്ഞത്. അപ്പൊ ഇന്ത്യയിൽ ടോട്ടലി 1 ലക്ഷം കുട്ടികൾക്കാണ് എന്ത് ചെയ്യുന്നത്, ഈ സ്കോളർഷിപ്പ് കൊടുക്കുന്നത്. ഫൈൻ. സോ ഇന്ത്യയിലെ 1 ലക്ഷം കുട്ടികൾക്കാണ് ഈ സ്കോളർഷിപ്പ് കൊടുക്കുന്നത്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ ക്ലാസ്സിൽ എത്ര പിള്ളേരുണ്ട്? നിങ്ങളുടെ 8A ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ എത്ര പിള്ളേരുണ്ട്? B ക്ലാസ്സിൽ എത്ര പിള്ളേരുണ്ട്? അങ്ങനെ ഓരോ സ്കൂൾ നോക്കുവാണെങ്കിൽ, എന്റെ നാട്ടിലുള്ള ഫേമസ് ആയിട്ടുള്ള ചില ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ SSLCക്ക് പിള്ളേരെ ഇരുത്തുന്ന ഒരു 4-5 സ്കൂളുകളുള്ള ഒരു ജില്ലയാണ് ഞാനുള്ളത്. ഓക്കെ, അവിടെ തന്നെ 8ാം ക്ലാസ് നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ ഡിവിഷൻസ് വരും. അപ്പൊ നിങ്ങൾ ഒരു സ്കൂൾ നോക്കിക്കോ, ഒരു സ്കൂളിൽ തന്നെ 500 പിള്ളേരുണ്ടെങ്കിൽ, 500 പിള്ളേരുണ്ടെങ്കിൽ അതുപോലെ 10 സ്കൂൾ നോക്കുമ്പോൾ ഒരു 5000 പിള്ളേര് ഒരു ജില്ലയിൽ മിനിമം നമുക്ക് കാണാൻ പറ്റത്തില്ല. കേരളത്തിൽ മാത്രം എത്ര പേർക്ക് അത് കിട്ടുന്ന അറിയാം? അത് നമ്മൾ അറിയണം. കേരളത്തില് ഒരു 5000 to 6000 പേർക്ക് മാത്രമേ ഈ സ്കോളർഷിപ്പ് കിട്ടാറുള്ളൂ. നിങ്ങൾ ഇന്ന് ഈ 70 പേര്, 70-ലേറെ ആൾക്കാർ നമ്മുടെ സെഷനിലുണ്ട്. നിങ്ങൾ ഈ സെഷനിൽ പങ്കെടുക്കുന്നതിന്റെ ഉദ്ദേശം ആ 5000-6000 പേര് ഔട്ട് ഓഫ് 1 lakh, 1 ലക്ഷം സ്റ്റുഡൻസിന് ടോട്ടലി ഇന്ത്യയിൽ ഈ ഒരു ബെനിഫിറ്റ് സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ 5000-6000 പേരുന്നത് കേരളത്തിലാണെങ്കിൽ അതിൽ നിങ്ങൾ ഉണ്ടാകണം. അതിനാണ് ഞാൻ പറയുന്നത് നിങ്ങൾ നേരത്തെ ഇതിനെക്കുറിച്ച് അറിയുന്നു എന്നുള്ളത്. നേരത്തെ അറിയുമ്പോൾ നേരത്തെ തയ്യാറെടുപ്പുകൾ നമുക്ക് സ്വീകരിക്കാം, അല്ലെ? നിങ്ങൾ ഡിസംബർ എക്സാമിനേഷനിൽ നിങ്ങൾ ഒരു ഓഗസ്റ്റിലാണ് അറിയുന്നത്, നിങ്ങളുടെ മുമ്പിലുള്ള സമയം കുറഞ്ഞു. പക്ഷെ നിങ്ങൾ ജൂണിലെ അറിഞ്ഞു, നിങ്ങൾക്ക് സമയം കൂടുതൽ കിട്ടിയോ? കിട്ടി. അതാ ഞാൻ പറഞ്ഞ 6 മാസം സമയമുണ്ട്. ഇനി ഇത് പഠിക്കാതെ കിട്ടിയിട്ടില്ല എങ്കിൽ ഡിയർ പാരന്റ്സ്, കൊടുക്കൂ 2 അടി. കാരണം നിങ്ങൾക്ക് വീണ്ടും ഒരു ബാധ്യത ഉണ്ടാക്കി തരാണ്. മറിച്ച് നിങ്ങൾക്ക് ഒരു അവസരം ഉണ്ടാക്കി തരുവാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, നല്ലതല്ല. 6 മാസം സമയമുണ്ട് എന്നുള്ളതാണ്. അപ്പൊ 6 മാസം സമയമുണ്ട്. ഇന്ത്യയിൽ 1 ലക്ഷം കുട്ടികൾക്ക് ഇത് കൊടുക്കാറുള്ളൂ എല്ലാ പ്രാവശ്യം. കേരളത്തിൽ ഓൺ ആൻ ആവറേജ് 5000 മുതൽ 6000 പേർക്ക് അത് കിട്ടാറുള്ളൂ. അതിൽ നമ്മുടെ മക്കൾ വേണോ? അതിൽ നിങ്ങൾ വേണോ കുട്ടികളെ എന്ന് നിങ്ങൾ ആലോചിക്കണം. ഞങ്ങൾ റെഡിയാണോ? നിങ്ങൾ റെഡി ആണെങ്കിൽ റെഡി എന്ന് പറഞ്ഞേ, എന്നാ ഞാൻ സിലബസ് പറഞ്ഞുതരാം. ഗീവ് മി റെസ്പോൺസ്. ആർ യു റെഡി? Yes, sir, I'm ready. താങ്ക് യു I'm വെരി not മച്ച്. ready. അതിലെ ഹമീദ് എന്ന് പറയുന്ന ആള്, Ready. താങ്ക് യു. ഹമീദ് എന്ന് പറയുന്ന ആളെ സെഷനിൽ വേണമെങ്കിൽ ഇറങ്ങിക്കോളൂ. അയാൾ റെഡി അല്ല. റെഡി ആയിട്ട് ആൾക്കാർ മാത്രം മതി. ഫൈൻ, താങ്ക് യു. ഓക്കെ, അതിൽ ഹമീദ് അറിയുന്ന ആളുണ്ട്, അദ്ദേഹത്തിനൊന്ന് ലീവ് ചെയ്ത് തോന്നുന്നു. താങ്ക് യു. നിങ്ങൾ ചാറ്റ് ചെയ്താൽ മതി കേട്ടോ. മറ്റേത് ആകെ ബഹളാകുന്ന പോലെ. ക്ലാസ്സിൽ നമ്മൾ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ എല്ലാവരും ഉത്തരം പറയാറില്ല, അതുപോലെ ആയിട്ടുണ്ട്. താങ്ക് യു. നിങ്ങൾ എല്ലാവരും റെഡിയാണ്, അത് തന്നെ വലിയ സന്തോഷം. അതിൽ ഹമീദ് പറഞ്ഞൊരു ആളെ കണ്ടു. ആൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ആളെ ഇറങ്ങിക്കോളൂ. ബാക്കിയുള്ളവർക്ക് അത് ബുദ്ധിമുട്ടാകരുത്. പഠിക്കുന്നവർക്കുള്ളതാണ് ഈ സെഷൻ, സ്കോളർഷിപ്പ് വേണ്ടവർക്കുള്ളതാണ് ഈ സെഷൻ. അദ്ദേഹം നോ എന്ന് പറഞ്ഞിട്ടുണ്ട്. മേ ബി സ്റ്റുഡന്റ് ആയിരിക്കും, പാരന്റ് ആയിരിക്കും. എന്തായാലും ഈ സെഷനിൽ ഇരിക്കാൻ നോ ഉള്ള ആൾക്കാർക്ക് കൂടെ സ്ഥാനമില്ല, അവർക്കുള്ളതല്ല ഈ പ്രോഗ്രാം എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അദ്ദേഹം ഇറങ്ങിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പോകണം, ഇല്ലെങ്കിൽ പോകണം. ഇത് വിജയിക്കാനുള്ള കുട്ടികൾക്കുള്ള പ്രോഗ്രാമാണ്. അവര് മാത്രം കേട്ടാൽ മതി. നല്ലതുപോലെ പഠിച്ച് സക്സസ് ആയിട്ട് NMS സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് കാര്യമില്ല. NMSന്റെ സ്കോളർഷിപ്പ് എമൗണ്ട് നമുക്ക് കിട്ടണം. അങ്ങനത്തെ കുട്ടികൾക്കുള്ളതാണെന്ന് മനസ്സിലാക്കിയിട്ടിരിക്കുക. അപ്പൊ ബേസിക്സ് എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി പോവാണ്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കാം. അപ്പൊ ഇത് ആർക്കൊക്കെയാണ് പറ്റുക എന്നുള്ള കുറച്ച് ക്രൈറ്റീരിയ ആണ് ഞാൻ പറയുന്നത്. ക്രൈറ്റീരിയ അല്ലെങ്കിൽ കണ്ടീഷൻസ് എന്ന് പറയാം കേട്ടോ. കുറച്ച് കണ്ടീഷൻ ഞാൻ പറയുന്നുണ്ട്, ഇത് ശ്രദ്ധിച്ച് കേൾക്കുക. ഇത് ഞാൻ പറയുന്നത് നിങ്ങളുടെ സ്കൂളിൽ NMMSനെ കുറിച്ചുള്ള എന്തെങ്കിലും സംസാരം ടീച്ചർമാർ മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ വേണം. ഇല്ലെങ്കിൽ ചിലപ്പോ ചില സ്കൂളുകളുടെ നേച്ചർ അനുസരിച്ച്, എല്ലാ സ്കൂളുകളും അങ്ങനെയാണെന്നല്ല പറയുന്നത്, ചിലപ്പോൾ ടീച്ചർമാർക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവർ ചിലപ്പോൾ പറയും ഇത്ര കുട്ടികൾ മതി ഒരു ക്ലാസ്. ചിലപ്പോൾ അവർ പറയാൻ ചാൻസ് ഉണ്ട്. അവർക്ക് നല്ല ടീച്ചിങ്, അതായത് ക്ലാസ്സിലെ ടോപ്പ് ആയിട്ടുള്ള 5 കുട്ടികളെ എടുത്തിട്ട് ബാക്കി 10-30 പിള്ളേരെ ടീച്ചർമാരെ ഒഴിവാക്കുവോ?
ചിലപ്പോൾ ഒഴിവാക്കിയാൽ നിങ്ങൾ അതിൽ പെടരുത് എന്നുള്ളതുകൊണ്ടാണ് കൃത്യമായിട്ട് പറയുന്നത്. ഒന്ന്, ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്തുണ്ടായാൽ മതി, നിങ്ങൾ 7ാം ക്ലാസ് പാസ്സായിട്ടില്ലേ, അതുകൊണ്ടാണ് 8ലെത്തിയത്. അപ്പൊ നിങ്ങൾക്ക് ഒരു 55% മാർക്ക് ഉണ്ടോ ഇല്ലയോ നോക്കിയാൽ മതി. ഡെഫിനറ്റ്ലി അത് ഉണ്ടാകും. അത്യാവശ്യം നിങ്ങൾ 7ാം ക്ലാസ് നല്ലപോലെ പഠിച്ച കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടാകും, ഒരു 55% മാർക്ക് ഉണ്ടാകും. അത് നിങ്ങൾ നിങ്ങളുടെ ആ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ സ്കൂളിലെ ടീച്ചർമാരോടൊന്ന് ചോദിച്ചാൽ മതി. അതേ സമയത്ത് നിങ്ങൾ പഠിക്കുന്നത് ഒരു ഗവൺമെന്റ് സ്കൂളിലോ അല്ലെങ്കിൽ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളിലോ ആണെന്ന് നോക്കിയാൽ മതി. അത് നിങ്ങൾ നിങ്ങളുടെ ടീച്ചർമാരോട്, നിങ്ങൾക്കറിയാം, നിങ്ങളുടെ പാരന്റ്സിനോട് ചോദിച്ചു നോക്കാം. കുട്ടികളോടാ പറയുന്നത്, നിങ്ങളുടെ പാരന്റ്സിനോട് ചോദിക്കാം. പക്ഷെ അതേ സമയത്ത് ചില കുട്ടികൾ നവോദയ സ്കൂള്, കേന്ദ്ര വിദ്യാലയ, സൈനിക് സ്കൂള്, പ്രൈവറ്റ് സ്കൂളൊക്കെ പഠിക്കുന്നവരുണ്ടാവും. അതായത് ഈ നവോദയ, കേന്ദ്ര വിദ്യാലയ, സൈനിക് സ്കൂളൊക്കെ സെൻട്രൽ ഗവൺമെന്റ് ഫണ്ടഡ് ആയിട്ടുള്ള സ്കൂളുകളാണ്. അങ്ങനത്തെ സ്കൂളുകൾ, അതുപോലെ പ്രൈവറ്റ് സ്കൂളുകൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതിന് എലിജിബിൾ അല്ല. ബാക്കി ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഗവൺമെന്റ് സ്കൂളോ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളോ ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ പാരന്റിന്റെ വാർഷിക വരുമാനം വർഷത്തിൽ 3.5 ലക്ഷത്തിന്റെ താഴെയാണോ, യു ക്യാൻ അപ്പിയർ ഫോർ ദീസ് എന്നുള്ള ഇതിന് നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അത് നിങ്ങൾക്ക് നിങ്ങളുടെ വില്ലേജിൽ നിന്ന് കിട്ടും. ഓക്കെ, അത് പാരന്റ്സിന് നല്ലപോലെ അറിയാം. നമ്മുടെ മക്കളുടെ സ്കോളർഷിപ്പിന് വേണ്ടി അവർ പലപ്പോഴും ഇത് അപ്ലൈ ചെയ്യാറുള്ള ഒരു കേസാണ്. ഇത്രയും കണ്ടീഷൻസ് നിങ്ങൾ നോക്കുക. അല്ലാതെ നിങ്ങളെ ക്ലാസ്സിൽ 30 പിള്ളേരുണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 40 പിള്ളേരുണ്ടെന്ന് വിചാരിക്കുക. ഈ 30 എണ്ണത്തിൽ 40 എണ്ണത്തില് ടീച്ചർമാരുടെ ഇഷ്ടപ്പെട്ട കുട്ടിയാണോ മോശപ്പെട്ട കുട്ടിയാണോ ഒന്നും നോക്കണ്ട. നിങ്ങൾക്ക് 7ാം ക്ലാസ്സിൽ 55% ഉണ്ടോ, നിങ്ങൾ ഗവൺമെന്റ് എയ്ഡഡ് ആയിട്ടുള്ള ഗവൺമെന്റ് സ്കൂളിലാണോ പഠിക്കുന്നത്, പാരന്റ്സിന് ഇത്രയുണ്ടോ, നിങ്ങൾക്ക് എക്സാമിനേഷൻ എഴുതാൻ പറ്റും മക്കളെ. അപ്പൊ ടീച്ചർമാരെ സെലക്ട് ചെയ്യാൻ നിൽക്കണ്ട. മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾക്ക് ഇതിന് എലിജിബിലിറ്റി ഉണ്ട് ആസ് പെർ ഗവൺമെന്റ്. അപ്പൊ ഗവൺമെന്റ് ഇത് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾ ഇത് നേരത്തെ മനസ്സിലാക്കി വെക്കുക, നേരത്തെ പ്രിപ്പറേഷൻ ആരംഭിക്കുക. അടുത്ത 6 മാസം കൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് NMMSന്റെ ആ സ്കോളർഷിപ്പിന് അർഹരാകുന്ന മക്കളായിട്ട് മാറുക. ഇതാണ് നമ്മുടെ പോയിന്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി ഇതിന്റെ എക്സാം പാറ്റേണിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോ നിങ്ങൾക്ക് ഇതിന് എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാരാണോ? ചാറ്റ് ചെയ്താൽ മതി, ദയവ് ചെയ്ത് ഒച്ചപ്പാടുണ്ടാക്കരുത്. ചാറ്റ് ചെയ്താൽ മതി. ചാറ്റ് പറഞ്ഞ ചാറ്റ് കേട്ടോ, മൈക്ക് ഓൺ ആക്കണ്ട. എടാ മോനെ ചാറ്റ് ഓൺ ആക്കണ്ട, സോറി മൈക്ക് ഓൺ ആക്കണ്ട. യാ ഫൈൻ. ക്ലാസ്സിന് ഭംഗി കൂട്ടിയത് അവന്റെ ഡയലോഗാണ്, എടാ മോനെ എന്ന് അല്ലെ. എടാ മോനെ പഠിക്കണം കേട്ടോ, പഠിച്ച് നമുക്ക് സ്കോളർഷിപ്പ് നേടണം. മൈക്ക് ഓഫ് ആക്കിയോളൂ, മൈക്ക് വേണ്ട. താങ്ക് യു ഓൾ. എല്ലാവരും വളരെ ആക്റ്റീവ് ആണ്. താങ്ക് യു ഫോർ എ കൈൻഡ് സപ്പോർട്ട്. ലൈക്ക് നല്ല മഴ പെയ്യുന്നുണ്ട്. മഴ പെയ്തിട്ടും കുറെ ആൾക്കാർ ഇതിൽ കൃത്യമായിട്ട് ഇരിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ഫൈൻ. ഓക്കെ ഫൈൻ. പ്രൈവറ്റ് ആയിട്ടുള്ള സ്കൂളുകൾക്ക് പറ്റില്ല കേട്ടോ. അപ്പൊ ചിന്മയ സ്കൂളിനെ കുറിച്ച് കുട്ടികൾ പറയുന്നുണ്ട്. പിന്നെ ഷീസ് എലിജിബിൾ. ഷമീം എലിജിബിൾ ആണ് കേട്ടോ. ഓക്കെ ഫൈൻ. ഓക്കെ, സോ ബാക്കി കാര്യങ്ങൾ പറയാണ്. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ എന്താണ് എക്സാമിനേഷൻ കുറിച്ചുള്ള ഒരു ബേസിക് ആയിട്ട് കിട്ടി. ഇനി എക്സാമിനേഷൻ എന്ത് ചോദിക്കും, എങ്ങനെ പഠിച്ചാലേ സാറേ സ്കോളർഷിപ്പ് കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ചോദ്യം. അപ്പൊ അതാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. ജസ്റ്റ് ലിസൺ കെയർഫുള്ളി. മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യൂ പ്ലീസ്. ഓക്കെ, സോ ഇനി നമ്മൾ പറയുന്നത് എന്ത് പഠിച്ചാലാണ് നമുക്ക് ഈ സ്കോളർഷിപ്പ് കിട്ടുക എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക. സ്കോളർഷിപ്പിന് തീർച്ചയായിട്ടും ഒരു എക്സാം പാറ്റേൺ ഉണ്ട്. അതാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. ഒന്ന്, നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, ഈ NMMS സ്കോളർഷിപ്പ് എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ അതില് 2 സെക്ഷൻസ് ഓഫ് എക്സാമിനേഷൻ ഉണ്ട്. അതായത് 2 പേപ്പർ നിങ്ങൾക്ക് എക്സാമിനേഷന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ അത് ബബിൾ ചെയ്യാൻ വേണ്ടത്. ഈ ബബ്ലിംഗ് എന്ന് പറയുന്നത് കോമ്പറ്റീവ് എക്സാമിനേഷന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ആൻസർ ഇങ്ങനെ ബബിൾ ചെയ്ത് പോവുക എന്നുള്ളത്. ഓക്കെ, അത് നമുക്ക് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. കാരണം നിങ്ങൾ ബബിൾ ചെയ്യുന്നിടത്ത് ബബ്ലിംഗ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ആൻസറിന് ചിലപ്പോൾ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. കറക്റ്റ് ആയിട്ട് നമ്മൾ കറുപ്പിച്ചിട്ടില്ല എങ്കിൽ തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ NMMSൽ നിങ്ങൾക്ക് 2 പേപ്പറാണുള്ളത്. ഒരു പേപ്പർ എന്ന് പറയുന്നത് സാറ്റ് എന്ന് പറയും, രണ്ടാമത് മാറ്റ് എന്ന് പറയും. ഒന്ന് സാറ്റ് ആണ്, 2 മാറ്റ് ആണ്. സാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കോളസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. വാക്കുകൾ ജസ്റ്റ് പറഞ്ഞിരുന്നുള്ളൂ, ശ്രദ്ധിച്ചാൽ മതി. രണ്ടാമത് മെന്റൽ എബിലിറ്റി ടെസ്റ്റ് ആണ് മാറ്റ് എന്ന് പറയുന്നത്. മെന്റൽ എബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഒന്നാമത്തത് സാറ്റ്, രണ്ടാമത്തത് മാറ്റ്. അപ്പോ സാറ്റിന് നിങ്ങൾക്ക് 90 മാർക്കിന് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കും. മാറ്റിനും നിങ്ങൾക്ക് 90 മാർക്കിന് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ ടോട്ടലി എത്രയായി?
ടോട്ടലി 180 മാർക്സ് ആയി. 180 മാർക്സ് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് സാറ്റ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നിങ്ങൾക്ക് തരും. മാറ്റ് എന്ന് പറഞ്ഞതിന്റെ ഒരു ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നിങ്ങൾക്ക് തരും. ടോട്ടലി നമ്മൾ നോക്കുമ്പോൾ 180 മാർക്സ് ഉണ്ട്. അപ്പൊ സാറ്റിൽ എന്തൊക്കെയാ വരുന്നത് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഇതര 7ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ചില സയൻസ് ടോപ്പിക്കുകൾ നിങ്ങൾക്ക് വരും. സയൻസ് പറയുമ്പോൾ നമുക്കറിയാം കെമിസ്ട്രി ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, ബയോളജി ഉണ്ട്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും 35 മാർക്കിന്. സോഷ്യൽ സയൻസ് ഉണ്ട്, ഹിസ്റ്ററി, ജോഗ്രഫി, സിവിക്സ് ഒക്കെ പറഞ്ഞിട്ട് സിവിക്സ് ഉണ്ട് കേട്ടോ. അത് നമ്മൾ ഈ നാഷണൽ ലെവൽ എക്സാമിനേഷൻ ആകുമ്പോൾ അതിനൊരു സിലബസ് ഉള്ളത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ ഇത്രയും കാലം സ്റ്റേറ്റ് സിലബസ് പഠിച്ചവരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക, ഇത് നാഷണൽ ലെവൽ എക്സാമിനേഷൻ ആയതുകൊണ്ട് അതിന്റെ കുറച്ച് കട്ടി ഉണ്ടാകും. കാരണം 30 മുതൽ 50 ലക്ഷം ആൾക്കാർ ഈ എക്സാമിനേഷൻ അപ്ലൈ ചെയ്യുന്നിടത്ത് കിട്ടുന്ന എത്ര പേർക്കാ? 1 ലക്ഷം പേർക്കാ. അപ്പൊ കോമ്പറ്റീഷൻ വേണോ? വേണം. നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് ആർക്കാണോ അവർക്കല്ലേ കിട്ടുള്ളൂ. നിങ്ങൾ ആ ലോജിക്ക് മനസ്സിലാക്കിയാൽ മതി. ഫൈൻ. പിന്നെ മാത്സിൽ നിന്നും ഒരു 20 ഉണ്ട്. മാത്സിൽ നിന്നും 20 ആണെങ്കിലും ഇവിടെ നിങ്ങൾക്ക് മാറ്റ് എന്ന് പറയുന്ന മെന്റൽ എബിലിറ്റിയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു വാക്കാണ് റീസണിങ് എന്ന് പറയുന്നത്. റീസണിങ് അല്ലെങ്കിൽ ലോജിക്കൽ റീസണിങ് എന്നൊക്കെ പറയും. അവിടെ അനലോഗി, ക്ലാസിഫിക്കേഷൻ, നമ്പർ സീരീസ്, പാറ്റേൺ, ഇങ്ങനത്തെ കുറച്ച് വാക്കുകൾ നിങ്ങളുണ്ട്. നിങ്ങൾ ഇത് കേൾക്കാത്തവര്, ഇത് മലയാളം മീഡിയത്തിൽ പഠിച്ച കുട്ടികളൊക്കെ ആണെങ്കിൽ ഇതിൽ കൺഫ്യൂഷൻ ആകണ്ട, ടെൻഷൻ അടിക്കും വേണ്ട. ജസ്റ്റ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഇങ്ങനെ നിങ്ങൾക്ക് സാറ്റ് എന്ന് പറയുന്ന ഒരു പേപ്പറും മാറ്റ് എന്ന് പറയുന്ന ഒരു പേപ്പറും ഉണ്ട്. അപ്പൊ രണ്ടും കൂടിയും കൂട്ടിയിട്ട് നിങ്ങൾക്ക് ഒരു 3 മണിക്കൂറിന്റെ സമയം ഉണ്ടാകും. ഈ 3 മണിക്കൂറിന്റെ അകത്ത് വേണം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം എഴുതാൻ വേണ്ടി. അത് നിങ്ങൾ ബബിൾ ചെയ്യാണ്. സിലബസ് ഞാൻ വളരെ ബ്രീഫ് ആയിട്ടാണ് ഇപ്പൊ പറഞ്ഞത്, വളരെ ചുരുക്കിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ക്ലാസ് റൂമിന്റെ ഭാഗമായിട്ട് നമ്മൾ ഓരോന്നും എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, സിലബസും ക്ലാസ്സും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഐ കം ടു ദാറ്റ് പോയിന്റ്, ഞാൻ അതിലോട്ട് വരാം. അതിനുമുമ്പ് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമുക്ക് NMMS 2 പേപ്പർ ഉണ്ട്. നമ്മൾ പരീക്ഷയെ കുറിച്ച് മനസ്സിലാക്കിയാലേ പരീക്ഷ വൃത്തിക്ക് എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചോ. വി ഹാവ് സാറ്റ്, വി ഹാവ് മാറ്റ്. സാറ്റ് കളിക്കുക, മാറ്റ് കളിക്കാന്ന് വിചാരിച്ചിരിക്കേണ്ട. സാറ്റ്, മാറ്റ്. 10-30 ലക്ഷം ആൾക്കാരോട് എഴുതാൻ വേണ്ടി പോകുന്ന പരീക്ഷ 1 ലക്ഷം. അതിൽ കേരളത്തിൽ കിട്ടാൻ വേണ്ടി പോകുന്നത് 5000 to 6000 പേർക്ക്. അതിൽ നിങ്ങൾ പെടില്ലേ? പെടണ്ടേ? വേണോ വേണ്ടേ? ഇങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതാണ് സിലബസ്. 6 മാസം സമയമുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ ബേസിക്കലി എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ പ്രിപ്പറേഷൻ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി. സോ ആ രീതിയിൽ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് ഈ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ടുള്ള സിലബസിന്റെ കാര്യങ്ങളൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിൽ നിന്ന് കോച്ചിങ് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അവിടുന്ന് കിട്ടും. നമ്മൾ ഒരു കോച്ചിങ് കൊടുക്കുന്നുണ്ട്. ഞാൻ അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പൊ ഇതാണ് സിലബസും കാര്യങ്ങളൊക്കെ എന്നുള്ളത് ബേസിക്കലി മനസ്സിലാക്കി വെക്കുക. അപ്പൊ പറഞ്ഞ പോലെ നമുക്ക് എന്തുണ്ട്, 2 പാർട്ട് ഉണ്ട്, അല്ലെങ്കിൽ 2 പേപ്പർ ഉണ്ട്. പാർട്ട് 1 മെന്റൽ എബിലിറ്റി ആണ് വരുന്നത്. അതാണ് മാറ്റ് എന്ന് പറയുന്നത്. അതിൽ റീസണിങ് ക്വസ്റ്റ്യൻസ് 90 ഉണ്ടാവും, 90 മാർക്ക് വരുന്നുണ്ട്. പാർട്ട് 2 എന്ന് പറയുന്നത് സാറ്റ് ആണ്. അതിൽ സയൻസ് ഉണ്ട്, സോഷ്യൽ സയൻസ് ഉണ്ട്, മാത്സ് ഉണ്ട്. ടോട്ടലി നമുക്ക് 180 ക്വസ്റ്റ്യൻസ് വരും, 180 മാർക്ക് ഉണ്ടാവും. ടോട്ടലി 3 മണിക്കൂറിന്റെ സമയമാണ് വരുന്നത്. നേരത്തെ പറഞ്ഞത് ഒന്നും കൂടി ഞാനൊന്ന് സമ്മറൈസ് ചെയ്തു മാത്രം. 180 മിനിറ്റ്, 3 മണിക്കൂർ. അതിൽ 180 ക്വസ്റ്റ്യൻസ്, അതിൽ നമുക്ക് ആൻസർ വേണ്ടി പറ്റണം. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ 180 മാർക്ക് ഉണ്ട്, ഇതിൽ നമുക്ക് ഏകദേശം എത്ര കിട്ടിയാലാ നമുക്ക് NMMS സ്കോളർഷിപ്പ് കിട്ടുക? ഒന്ന് ആലോചിച്ച് നോക്കി. ജസ്റ്റ് ഒന്ന് ഗസ് ചാറ്റ് ചെയ്താൽ മതി. ജസ്റ്റ് നിങ്ങൾ നോക്ക്. 134. എന്താ അത്ര കറക്റ്റ് നമ്പർ? 135, 160, 136. പലരും പല അഭിപ്രായം. അന്നെങ്ങനെ 133 എന്നൊക്കെ പറയണത്? ഞാൻ വിചാരിച്ച ഏകദേശം സാറ് ഒരു 110, 120 എന്നൊക്കെ പറയുന്നു വിചാരിച്ചു. അപ്പൊ നിങ്ങൾ കറക്റ്റ് നമ്പറൊക്കെയാണല്ലോ പറയുന്നത്. 180 കിട്ടാൻ ഭയങ്കര പാടല്ലേ മൂസിന? കാരണം നാഷണൽ ലെവൽ എക്സാമിനേഷൻ അല്ലേ, നീറ്റൊന്നും അല്ലല്ലോ കറക്റ്റ് മാർക്ക് കിട്ടാൻ വേണ്ടി. ഓക്കെ, ഫൈൻ. സന്തോഷം. താങ്ക് യു ഓൾ. അപ്പൊ നിങ്ങൾ എല്ലാവരും കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുന്നുണ്ട്. ഇവിടെ NMMS നിങ്ങൾ കിട്ടാൻ വേണ്ടി അവിടെ ഒരു കണക്ക് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ NMMS എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് 40 മാർക്സ് മതി. അത് ഏകദേശം ഒരു 70+ മാർക്സ് നിങ്ങൾക്ക് കിട്ടിയാൽ മതി. 70+ മാർക്ക് കിട്ടിയെങ്കിൽ നിങ്ങൾ NMMSന് അർഹരായി. എന്ന് പറഞ്ഞാൽ എന്താ, NMMSന്റെ സ്കോളർഷിപ്പിൽ നിങ്ങൾ വിജയിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അതിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് പറയുന്ന കാര്യം ചെയ്തോ നിങ്ങൾക്ക് കിട്ടി. പക്ഷെ അതുകൊണ്ട് നമുക്ക് ക്യാഷ് കിട്ടിക്കോണമെന്നുണ്ടോ? ഇല്ല. ക്യാഷ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു 120 മാർക്സ് എങ്കിലും കിട്ടണം. കാര്യം എന്താണെന്നറിയോ, നിങ്ങൾ കേരളത്തിൽ നിന്ന് നമ്മളൊരു 5000-6000 പേർക്ക് ഇത് മാറ്റി വെച്ചിട്ടുണ്ടാവും.
എന്നതുപോലെ കോഴിക്കോട് ജില്ലയിൽ ഇത്ര പേർക്ക് മാറ്റി വെച്ചിട്ടുണ്ടാവും, മലപ്പുറം ജില്ലയിൽ ഇത്ര മാറ്റി വെച്ചിട്ടുണ്ടാവും. എന്തുകൊണ്ടാ? വയനാട് ജില്ലയിൽ കുട്ടികൾ എഴുതുന്ന പോപ്പുലേഷൻ കുറവായിരിക്കും. അപ്പൊ വയനാട് ജില്ലക്ക് ഒരു 150-200 പേരെ മേ ബി കൊടുക്കുമായിരിക്കും. മലപ്പുറം ജില്ലയിൽ ഒരുപാട് കുട്ടികൾ, ഒരുപാട് സ്കൂളുകളുണ്ട്, ചിലപ്പം 400-500 പേർക്ക് കൊടുത്തേക്കാം. കോഴിക്കോടിനും കൊടുത്തേക്കാം, പോപ്പുലേഷൻ അനുസരിച്ചിട്ട്. അപ്പൊ ഓരോ ജില്ലക്ക് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ഏകദേശം നിങ്ങൾ എന്ത് ചെയ്താൽ പോരാ, ജസ്റ്റ് പാസ് മാർക്കായിട്ടുള്ള ഒരു 70+ മാർക്ക് കിട്ടിയിട്ട് കാര്യമില്ല. നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾക്ക് ഒരു 120+ മാർക്കെങ്കിലും കിട്ടാൻ പറ്റണം. 120 കിട്ടുമോ? കിട്ടും. എങ്ങനെ? 180 ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മതി. അപ്പൊ അതിന് എന്ത് പഠിക്കണം? അതിന് നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ 7ാം ക്ലാസ് പഠിച്ചിരിക്കുന്ന ചില സബ്ജക്റ്റുകൾ ഉണ്ടല്ലോ. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ സർ സയൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, സോഷ്യൽ സയൻസ് ഇഷ്ടമാണ്, മാത്സ് ഇഷ്ടമാണെന്ന് പറയും. ഇതൊക്കെ നിങ്ങൾ സെറ്റ് ആകും. പക്ഷേ ഈ റീസണിങ് എന്ന് പറയുന്നത് സംതിങ് ന്യൂ ആണ്. ഇത് നിങ്ങൾ നിങ്ങളുടെ സ്കൂൾ കരിക്കുലത്തിൽ മെയിൻലി പഠിക്കണില്ല. മാറ്റ് നിങ്ങൾ മെയിൻലി പഠിക്കുന്നില്ല. അപ്പൊ മാറ്റ് നിങ്ങൾ കൃത്യമായിട്ട് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്താൽ ഇവിടെ 90 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ഒരു 80 ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റി കഴിഞ്ഞുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിക്കേ. എന്നിട്ട് ഇവിടെ നിങ്ങളൊരു സയൻസ് ഉണ്ട്, സോഷ്യൽ സയൻസ് ഉണ്ട്, മാത്തമാറ്റിക്സ് ഉണ്ട്, ഇതെല്ലാം കൂടിയും കൂട്ടിയിട്ട് നിങ്ങൾ ഒരു 60 തന്നെ ആൻസർ ചെയ്യുന്നുള്ളൂ. നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണെങ്കിലും ടോട്ടലി നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ഒരു 150 മാർക്ക് കിട്ടുകയാണെങ്കിൽ ആ 48,000 നിങ്ങളുടെ പോക്കറ്റിൽ ഉണ്ടാവും 4 വർഷം കൊണ്ട്. ഞാൻ പറഞ്ഞ കണക്ക് നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. നിങ്ങൾക്ക് 150 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 150 മാർക്കുണ്ട്. ഒരു 120-ലേറെ മാർക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുമോ, നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കഴിഞ്ഞ വർഷങ്ങളുടെ അനാലിസിസ് എടുക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ആ രീതിയിൽ എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പറ്റണം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരു സ്റ്റുഡന്റ് ചെയ്യേണ്ട കാര്യം എന്താ? ഒന്ന്, ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇതിന് എലിജിബിൾ ആണോ എന്നുള്ള കാര്യം നോക്കണം. പ്രത്യേകിച്ചും ആ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ക്രൈറ്റീരിയ. പ്രൈവറ്റ് സ്കൂൾ പറഞ്ഞപ്പോൾ നേരത്തെ കുറച്ച് കുട്ടികൾ പറഞ്ഞു സാർ ഞങ്ങൾക്ക് പറ്റില്ല എന്നുള്ളത്. അപ്പൊ അങ്ങനത്തെ കുട്ടികൾക്ക് എന്തായാലും പറ്റില്ല. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, 3.5 ലക്ഷം രൂപ ആനുവൽ വരുമാനത്തിന് താഴെ ആയിരിക്കണം പാരന്റ്സിന്റെ ഇൻകം എന്നുള്ളത്. ആ 2 കാര്യം നോക്കുക. എന്നിട്ട് രണ്ടാമത്തെ കാര്യം, നിങ്ങൾ കോമ്പറ്റീഷന്റെ ലെവല് മനസ്സിലാക്കണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, കോമ്പറ്റീഷന്റെ ലെവല് മനസ്സിലാക്കുക എന്ന് പറയുന്ന സമയത്ത് ഐ ഹാവ് ദിസ് വെരി ബേസിക് പോയിന്റ്. അതായത് 1 ലക്ഷം സ്റ്റുഡൻസിനാണ് ദേശീയ തലത്തിൽ കിട്ടുന്നത്, നാഷണൽ ലെവലിൽ കിട്ടുന്നത്, കേരള തലത്തിലല്ല. അപ്പൊ അതിൽ നിങ്ങൾക്ക് പെടാൻ പറ്റണം. 30-ലേറെ ലക്ഷം പിള്ളേർ എഴുതുന്ന ഇതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. ഓക്കെ, ഫൈൻ. പിന്നെ പറഞ്ഞ പോലെ നിങ്ങൾ അത്ര ഈസി അല്ല, കാരണം ഇത് നാഷണൽ ലെവൽ എക്സാമിനേഷൻ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അതിൽ നിങ്ങൾക്ക് ഏകദേശം 120 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടുള്ളൂ, ഏറ്റവും ചുരുങ്ങിയത്. അപ്പൊ നമ്മുടെ പ്രിപ്പറേഷൻ 150 ഫോക്കസ് ചെയ്തിട്ട് തന്നെ ആകണം. നമുക്ക് പറ്റുമോ? പറ്റും. യു ഹാവ് ടു സ്റ്റാർട്ട് യുവർ പ്രിപ്പറേഷൻ അറ്റ് ദ ഏർലിയസ്റ്റ്. നിങ്ങൾ നേരത്തെ തന്നെ പ്രിപ്പറേഷൻ ആരംഭിക്കാൻ നമുക്ക് 6 മാസത്തെ സമയമുണ്ട്. 6 മാസത്തെ സമയമുണ്ട്. ഈ 6 മാസം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണോ? നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ റെഡിയാണോ? അതിന് തീർച്ചയായിട്ടും നമുക്ക് പാരന്റ്സിന്റെ സപ്പോർട്ട് വേണം. അതുകൊണ്ടാണ് നിങ്ങളുടെ ഓരോരുത്തരോടും പാരന്റ്സിന്റെ കൂടെ ഈ സെഷൻ ഇരുന്ന് കേൾക്കണം എന്ന് പറയുന്നത്. കാരണം നമ്മൾ സ്കൂൾ ചേർത്തിയത് നമ്മുടെ പാരന്റ്സാ. നമുക്ക് വേണ്ട പുസ്തകങ്ങൾ വാങ്ങിച്ചു തന്നത് അവരാണ്. ഏത് സ്കൂൾ ആകണം എന്നുള്ളത് അഭിപ്രായം നമ്മൾ പറയുന്നതിനേക്കാൾ അപ്പുറത്തോട്ട് അവര് കണ്ടെത്തിയിട്ട് അവര് നമുക്ക് അവസരങ്ങൾ തന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ പാരന്റ്സിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇതിന് കൃത്യമായിട്ട് പഠിക്കാനും ഇത് നേടാനും നമുക്ക് പറ്റുള്ളൂ. സ്റ്റുഡൻസ് ആയിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ടത്, അതെ എന്റെ വീട്ടുകാർ കുറെ ബുദ്ധിമുട്ടുന്നുണ്ട്, പൈസ എനിക്ക് വേണ്ടി ചെലവാക്കുന്നുണ്ട്, അപ്പൊ ഞാനൊന്ന് പഠിച്ചേക്കാം, അടുത്തൊരു 6 മാസം പഠിച്ചിട്ട് എന്ത് ചെയ്യാം, അടുത്ത 4 വർഷത്തേക്ക് 6 മാസം പഠിച്ചിട്ട് അടുത്ത 4 വർഷത്തേക്കുള്ള ഒരു ഫൈനാൻഷ്യൽ സോഴ്സ്, സാമ്പത്തികപരമായിട്ടുള്ള ഒരു സോഴ്സ് ഞാൻ കണ്ടെത്തി കൊടുക്കാം എന്നുള്ള തോട്ട് സ്റ്റുഡൻസിന് വേണം. പാരന്റ്സിന് അതിനുവേണ്ടി അവരൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ പാരന്റ്സ് നമുക്ക് ഇതൊക്കെ വാങ്ങിച്ചു തന്നില്ലേ? മഴയാണ്, മഴക്കാലാണ്, കുട വാങ്ങിച്ചു തന്നില്ലേ? കുടക്ക് ഓൺ ആൻ ആവറേജ് എത്ര രൂപ വന്നിട്ടുണ്ടാവും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ജസ്റ്റ് കമന്റ്, നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കമന്റിലോട്ട് പോകാം. നിങ്ങൾക്ക് പുതിയ കുട വാങ്ങിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ആ കുടക്ക് എത്ര രൂപ കൊടുത്തിട്ടുണ്ടാവും? ചാറ്റ് ചെയ്താൽ മതി കേട്ടോ. കുടക്ക് എത്ര രൂപ കൊടുത്തിട്ടുണ്ടാവും? പറ. 100 രൂപ. റെയിൻകോട്ട് അത് വാങ്ങിച്ചു തന്നോ? 450, 600. പല കുടക്ക് പല റേറ്റ് ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. 100 രൂപയുടെ കുട ആരെ വാങ്ങിച്ചു? എവിടെന്നാണോ അത് കിട്ടിയെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ബാക്കിയുള്ളവർക്ക് വാങ്ങിക്കായിരുന്നു. കാരണം ബാക്കി എല്ലാവരുടെയും 400, 500, 600, 700 ഒക്കെയാണ് കുടക്ക് വില വരുന്നത്. ഓക്കെ, കുട അവിടെ നിൽക്കട്ടെ. ഇനിയിപ്പോ കുട എന്തായാലും നമുക്ക് നിർബന്ധമാണ് അല്ലെ? അതേ സമയത്ത് നെക്സ്റ്റ് വൺ, ലഞ്ച് ബോക്സിന്റെ വില നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. ആ സ്റ്റീൽ ടൈപ്പ് ആയിട്ടുള്ള ലഞ്ച് ബോക്സിന് നിങ്ങൾ എത്ര കൊടുത്തു പുതിയത് വാങ്ങിച്ചപ്പോ? ലഞ്ച് ബോക്സ്, ഗിവ് മി ദ കമന്റ്സ് ഓഫ് ലഞ്ച് ബോക്സ്. 200 മുതൽക്ക് ആരംഭിക്കുന്നുണ്ടല്ലേ പലരുടെയും. വലിയ പ്ലേറ്റ് ആണെങ്കിൽ വലിയ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും അല്ലെ? 999 ലഞ്ച് ബോക്സോ? ഇത് എന്ത് ലഞ്ച് ബോക്സ് ആണ് ഇതൊക്കെ? ബിൽഡിംഗ് ആണോ കൊണ്ടുപോകുന്നത്? ചോറ് സ്കൂൾക്ക് പുസ്തകം കൊണ്ടുപോകാറില്ല, ലഞ്ച് ബോക്സ് മാത്രമാണോ കൊണ്ടുപോകാറുള്ളത്? അത്രയും വലുതൊക്കെ കൊണ്ടുപോകുന്നത്? 499, 800, പലതും ഇല്ലേ?
ഇനി അതേ സമയത്ത് നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ 8ാം ക്ലാസ്സിലാണ്, നിങ്ങൾക്ക് ഒരു 10 സബ്ജക്ട് ഉണ്ടാവും. എത്ര നോട്ട് ബുക്ക് വാങ്ങിച്ചു? ഒരു നോട്ട് ബുക്കിന് 50 രൂപ കൊടുക്കണ്ടേ? നോട്ട് പുസ്തകത്തിന്, അത് പൊതിയാനുള്ള കവറിന്, ഇതിനൊക്കെ കൂടി എത്ര കൊടുത്തു? ഒരു 500+ രൂപ കൊടുത്തില്ലേ? ഇതൊക്കെ നമ്മൾ കൊടുത്തു. 12 നോട്ട് ബുക്ക് അല്ലെ? 45 രൂപ. അപ്പൊ തന്നെ നിങ്ങൾ ആലോചിക്കുക, 500 രൂപ കടന്നില്ല മക്കളെ. ഇതൊക്കെ നമ്മൾ കൊടുത്തു. ഇതൊക്കെ നമുക്ക് റിട്ടേൺ കിട്ടാനുള്ള ഒരു ഏറ്റവും നല്ല വഴിയാണ് ഈ സ്കോളർഷിപ്പ് ഞാൻ നേടും എന്നുള്ള ഒരൊറ്റ വാശി. ആ വാശിക്ക് നിങ്ങൾ റെഡിയാണോ? ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ടു യു, ഓൾ ഓഫ് യു. ആ വാശിക്ക് നിങ്ങൾ റെഡിയാണോ? അർഹതപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ എഴുതിയിട്ട് നിങ്ങൾക്ക് അത് കിട്ടണോ? വേണോ? വേണ്ടേ? ഇപ്പൊ പറയും. ട്യൂഷൻ നോട്ട് ബുക്കും വാങ്ങിച്ചു അല്ലേ? ഓക്കെ, ഫൈൻ. നിങ്ങൾ കുറെ പേര് റെഡിയാണ്. ആണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഇതിന് കൊടുക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കണം നല്ല ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. നല്ല ഇൻവെസ്റ്റ്മെന്റ് ഇതായിരിക്കണം. നിങ്ങൾ ഇത്രയും എമൗണ്ട് നിങ്ങൾ നോക്കിക്കുക, ഏകദേശം ഒരു 1500 രൂപയുടെ മുകളിൽ ഒരു കുട്ടിക്ക് വേണ്ടി ഒരു പാരന്റ് ഒരു അക്കാഡമിക് ഇയറിൽ ഏറ്റവും ചുരുങ്ങിയത് ഇതപ്പോ മാറ്റിവെച്ച്. ബാഗ് ഞാൻ ചോദിച്ചിട്ടേ ഇല്ല, പുതിയ ബാഗ് വാങ്ങിച്ചവരുണ്ടാവും അല്ലെ? അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തില് നമ്മൾ അടുത്ത ഡിസംബറിലോട്ട് എക്സാമിനേഷൻ എഴുതാൻ ഉദ്ദേശിക്കുന്ന NMMS നേടാൻ ആഗ്രഹമുള്ള ഓരോ കുട്ടിക്കും വേണ്ടിയും നമ്മളൊരു കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ കോച്ചിങ്ങിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഒന്ന് പറഞ്ഞുതരാം. ജസ്റ്റ് ലിസൺ വെരി കെയർഫുള്ളി കേട്ടോ. അപ്പൊ അതില് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് സാറ്റും മാറ്റും എല്ലാ ഫുൾ സിലബസും നമ്മൾ കവർ ചെയ്ത് തരും. നിങ്ങൾക്ക് ഓരോന്നിന്റെ യൂണിറ്റ് വൈസ് ആയിട്ടുള്ള എക്സാം പ്രാക്ടീസുകൾ കേൾക്കണില്ല കേട്ടോ. സാറേ കേൾക്കണില്ല. സാറേ മൈക്കോണല്ലോ സാറേ. ഇപ്പൊ ഓക്കെ അല്ലേ? ഇപ്പൊ ഓക്കെ അല്ലേ? അത് മൈക്ക് എന്തോ കാരണം കൊണ്ട് പോയത്, ഞാൻ അറിഞ്ഞിട്ടില്ല. താങ്ക് യു ഫോർ മേക്കിംഗ് മീ കറക്റ്റ്. ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ക്രിസ്റ്റലിന്റെ NMMS കോഴ്സിൽ നമ്മൾ ഫുൾ സിലബസ് കവറേജ് ചെയ്യും. അതിൽ സാറ്റിനും സ്പെഷ്യൽ ക്ലാസ് ഉണ്ടാകും, മാറ്റിനും സ്പെഷ്യൽ ക്ലാസ് ഉണ്ടാകും. ഓരോന്നും നമ്മൾ യൂണിറ്റ് വൈസ് ആയിട്ടുള്ള എക്സാം പ്രാക്ടീസസ് നടത്തും. അങ്ങനെ എക്സാമിനേഷൻ വരേക്കും നിങ്ങൾ കോച്ചിങ്ങിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾക്ക് എപ്പോഴും അതിന്റെ ഭാഗത്തുള്ള ടീച്ചർ സപ്പോർട്ട് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ നേരത്തെ പ്രിപ്പറേഷൻ ആരംഭിക്കുക. കോൺഫിഡന്റ് ആയിട്ടാണോ നമ്മൾ എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി പോകേണ്ടത്. നേരത്തെ പ്രിപ്പറേഷൻ ആരംഭിക്കുന്നതിന്റെ പ്രത്യേകത, നമ്മൾ അവസാനം റിവൈസ് ചെയ്യാനും ഇരിക്കും. എന്നിട്ട് ഉറപ്പ് വരുത്തുക, ഞാനിത് പഠിക്കുന്നത് സ്കോളർഷിപ്പ് നേടാനാ, വെറുതെ പ്രാക്ടീസ് ചെയ്യാനല്ല എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഭാഗമായിട്ട് ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും. ആ ക്ലാസ്സസിന്റെ റെക്കോർഡ് സെഷൻസ് ഒക്കെ ഉണ്ടാവും. കൂട്ടത്തിൽ PDF ആയിട്ടുള്ള സ്റ്റഡി നോട്ട്സും കിട്ടും. അങ്ങനെ നമ്മൾ നമ്മുടെ ആദ്യത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് 100 സ്റ്റുഡൻസിന് വേണ്ടിയാണ്. 100 സ്റ്റുഡൻസ്. അപ്പൊ ആ 100 സ്റ്റുഡൻസിന് വേണ്ടി നമ്മൾ കൃത്യമായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാം കൊടുക്കാനുള്ള പ്ലാൻ ആണുള്ളത്. നമ്മളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 22 ജൂൺ, അതായത് ഇന്ന് ശനിയാഴ്ചയാണ്. അടുത്ത ശനിയല്ല, പിറ്റത്തെ ശനി. അപ്പൊ നമ്മൾ 22 ജൂണ് നമ്മുടെ ക്ലാസ്സസ് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് നല്ല കഴിവുള്ള ഓരോ ടീച്ചർമാരും, സോഷ്യൽ സയൻസിനും മാത്സിനും റീസണിനും ഒക്കെ കഴിവുള്ള ഓരോ ടീച്ചർമാർ വന്നിട്ട് കൃത്യമായിട്ട് ഓരോന്നും പഠിപ്പിച്ചു തരും. എല്ലാ ദിവസവും ക്ലാസ് ഒന്നും ഉണ്ടാവില്ല, അങ്ങനെ പേടിക്കൊന്നും വേണ്ട. സ്കൂളത്തെ പഠിക്കാണ്ട് സാർ എന്ന് പറഞ്ഞിരിക്കേണ്ട. നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ഫോക്കസ് നൽകേണ്ട എന്താണ്? നമ്മുടെ ഈ സ്കോളർഷിപ്പ് കിട്ടണം എന്നുള്ളതുകൊണ്ടാണ്. നിങ്ങൾ ഇത്രയും പൈസ നിങ്ങൾ മാറ്റി വെച്ചു. ഇപ്രാവശ്യം തന്നെ 1500 2000 രൂപ നിങ്ങൾ മാറ്റി വെച്ച്. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കരിയറിന്റെ ഭാഗമായിട്ടുള്ള ഒരു 48,000 രൂപ കിട്ടുന്ന ഒരു കാര്യത്തിന് കൃത്യമായിട്ട് ടൈം മാറ്റി വെക്കാനോ പൈസ മാറ്റി വെക്കാനോ നിങ്ങൾക്ക് പറ്റുന്നില്ലേ? പിന്നെ ആർക്ക് വേണ്ടി എക്സാമിനേഷൻ? നിങ്ങൾ അതിന് അർഹതപ്പെട്ടവരാണോ ആലോചിക്കുക. അങ്ങനെയുള്ള ഈ കോഴ്സിന് നമ്മൾ വാങ്ങിക്കുന്നത് ആകെ നിങ്ങളുടെ ചോറ്റും പാത്രത്തിന്റെ പൈസ, അല്ലെങ്കിൽ പുസ്തകത്തിന്റെ പൈസ, അല്ലെങ്കിൽ കുടയുടെ പൈസ, ആകെ 599 രൂപയെ വാങ്ങിക്കുന്നുള്ളൂ. 599 രൂപയെ നമ്മൾ വാങ്ങിക്കുന്നുള്ളൂ. അപ്പൊ ഏറ്റവും ചീപ്പായിട്ടുള്ള ഒരു കോച്ചിങ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. അപ്പൊ ചീപ്പായിട്ടുള്ള ഈ കോച്ചിങ്ങിലൂടെ നിങ്ങളുടെ NMMSന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീലാക്കി തരും. അതിന്റെ ഭാഗമായിട്ട് ജസ്റ്റ് 599. നിങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് ചെയ്യേണ്ട ഒരൊറ്റ സ്റ്റെപ്പ്, ഓൺലൈൻ ക്ലാസ്സസ് ആണ് വരിക. അപ്പൊ നിങ്ങൾ ഈ മഴക്കാലത്ത് കൂടുതൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കൊന്നും വേണ്ട. നിങ്ങളുടെ ക്ലാസ്സസും ടൈം ടേബിളും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കും. അപ്പൊ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യേണ്ടത്, നിങ്ങളുടെ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഈ ഒരു നമ്പർ വരും. ഈ നമ്പറിലോട്ട് നിങ്ങൾ താല്പര്യമുള്ള ആൾക്കാർ ആദ്യം 199 രൂപ രജിസ്ട്രേഷൻ ആയിട്ട് ഗൂഗിൾ പേയോ ഫോൺ പേയോ ഒക്കെ എന്ത് ചെയ്യുക, ഒന്ന് കൊടുക്കുക.
അന്ന് കൊടുക്കുന്ന സമയത്ത് ബാക്കി നമുക്ക് എത്ര വരുള്ളൂ? ബാക്കി ഒരു 400 രൂപയുടെ അടുത്ത് വരുള്ളൂ. അത് നിങ്ങൾ ആപ്ലിക്കേഷൻ വഴി നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക? പേയ്മെന്റ് കൊടുക്കുക. ജസ്റ്റ് 600 റുപ്പീസ് മാക്സിമം. പറഞ്ഞതുപോലെ നിങ്ങളുടെ പുസ്തകത്തിന്റെ പൈസ അല്ലെങ്കിൽ ഒരു കുടയുടെ പൈസ ഇത് കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ലേ ഒരു 48,000 രൂപ തിരിച്ചു കിട്ടാൻ? നമ്മൾ പിന്നെ എന്താണ് ഒന്ന് ആലോചിക്കാം. അപ്പൊ ഒരൊറ്റ കാര്യം എൻഷുർ ചെയ്യുക, നമ്മളുടെ രജിസ്ട്രേഷൻ വളരെ ലിമിറ്റഡ് ആണ്. ഓൾറെഡി കുറച്ച് കുട്ടികൾ നമ്മുടെ ഇൻട്രസ്റ്റ് കാണിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ആ കുട്ടികൾക്ക് പുറമെ നമ്മൾ ടോട്ടലി 100 പേരെ വെച്ചിട്ടാണ് നമ്മൾ ഈ ബാച്ച് റൺ ചെയ്യുന്നത്. അപ്പൊ 100 പേർക്ക് കൃത്യമായിട്ട് ഫോക്കസ് നൽകിയിട്ട് അവരെല്ലാവരെയും നമുക്ക് NMMS വാങ്ങിച്ചു കൊടുക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. നിങ്ങൾ റെഡി ആണെങ്കിൽ ഇത്രയും നേരം നിങ്ങൾ NMMS എന്താണെന്ന് കേട്ടു, എന്ത് പഠിക്കണം എന്ന് കേട്ടു, ആർക്കൊക്കെ അതിന് എലിജിബിൾ ആണെന്ന് കേട്ടു. നിങ്ങൾ എത്രയും പെട്ടെന്ന് നേരെ തുടങ്ങി കഴിഞ്ഞാൽ അത്രയും നല്ലതാണെന്ന് നിങ്ങൾ കേട്ടു. ഇനി നിങ്ങൾ ചെയ്യേണ്ടതാണ്, ക്രിസ്റ്റലിന്റെ കൂടെ NMMS കോച്ചിങ്ങിന് നിങ്ങൾ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മിസ്സാക്കണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ, നിങ്ങളുടെ ചോയ്സ് ആണ്. ജസ്റ്റ് 600 റുപ്പീസേ വരുന്നുള്ളൂ. അതിൽ നിങ്ങൾ 199 രൂപ ഇന്ന് രാത്രി തന്നെ പേയ്മെന്റ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. മാക്സിമം നാളെ വരുള്ളൂ. നമ്മുടെ 100 സീറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ബാച്ചിലോട്ട് അഡ്മിഷൻ എടുക്കുന്നതായിരിക്കില്ല. അപ്പൊ ലേറ്റ് ആകാതെ നേരത്തെ പ്രിപ്പറേഷൻ ആരംഭിച്ചു കഴിഞ്ഞാൽ ഇതൊരു കോമ്പറ്റീഷൻ ആണ്. ഓൾ ഇന്ത്യ ലെവലിൽ 10-30 ലക്ഷം ആൾക്കാരോട് ഉള്ളതാണ്. കേരളത്തില് എന്തായാലും 1-2 ലക്ഷം ആൾക്കാരെ എഴുതുമ്പോൾ വെറും 5,000-6,000 പേർക്ക് മാത്രമേ ഇത് കിട്ടുള്ളൂ. അതിൽ നിങ്ങൾ പെടണ്ടേ, വേണോ വേണ്ടേ എന്നുള്ളത് നിങ്ങളും നിങ്ങളുടെ രക്ഷിതാവുമായിട്ടുള്ള ആൾക്കാർ തീരുമാനിക്കുക. അപ്പൊ ഇതാണ് നമ്മളുടെ പ്രോഗ്രാം. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. വളരെ ചീപ്പ് ആൻഡ് അഫോർഡബിൾ ആണ്. അപ്പൊ താല്പര്യമുള്ള ആൾക്കാർ ഈ 199 രൂപ ഈ നമ്പറിലോട്ട് ഗൂഗിൾ പേയോ ഫോൺ പേ ചെയ്തിട്ട് എന്ത് ചെയ്യുക, അവർക്ക് സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കുക. അപ്പൊ അവർ നിങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് വെക്കും. നിങ്ങളെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യുകയും ചെയ്യും. ബാക്കി എന്നിട്ട് നമ്മൾ പറഞ്ഞതുപോലെ ജൂൺ 22 ക്ലാസ് വരുന്നത്. അതിന് മുന്നേ നിങ്ങൾക്ക് 1-2 അപ്ഡേറ്റ്സ്, സിലബസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഗ്രൂപ്പിലായിട്ട് വരും. അഡ്മിഷൻ എടുത്തവർക്ക് വേണ്ടി ഇതൊക്കെ വരും എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ചെയ്യേണ്ട കാര്യം. ഇങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ. അപ്പൊ വളരെ ചീപ്പായിട്ടുള്ള പേയ്മെന്റ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എവിടെ വേണമെങ്കിലും നോക്കാം കേട്ടോ. സാറേ ഫുള്ള്